ഗായ്സ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു പീകോക്ക് ഡ്രോ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പം ഒരു പീകോക്ക് നമ്മൾ ചെറിയൊരു പീകോക്കാണ് വരച്ചേക്കുന്നത്. ഞങ്ങൾ ഡെമോ എങ്ങനെ വരയ്ക്കുന്നതെന്ന് കാണിച്ച് തന്നേക്കുന്നത് കേട്ടോ. ഇതുപോലത്തെ ഒരു ചെറിയൊരു പീകോക്ക്, ഒരു മരത്തിൻ്റെ മേലെ നിന്ന് കയറി നിന്നിട്ട് ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കുന്നൊരു സ്ട്രക്ചറാണ് വരച്ച് വെച്ചേക്കുന്നത്. ഞാനല്ലാതെ ഒരെണ്ണം സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്, അതൊന്നും കാണിച്ചു തരാം. ഇപ്പം ഞാൻ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന സർദോസി ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ സിൽക്ക് ത്രെഡ് ബ്ലൂ കളറും പിന്നെ അതേ സെയിം ത്രെഡ് ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കട്ട് ബീഡ്സ്, ഗ്രീൻ കളർ കട്ട് ബീഡ്സ് ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ഗോൾഡൻ ബീഡ്സ് ഉപയോഗിച്ചിട്ടുണ്ട്. ക്ലിപ്പ് സ്റ്റോൺ, അതായത് അതിൻ്റെ കണ്ണിന് വേണ്ടി നമ്മൾ ക്ലിപ്പ് സ്റ്റോൺ യൂസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ എല്ലാം സർദോസ് വെച്ച് നമ്മൾ ഒരു 3D പോലെ ചെയ്തിട്ടുണ്ട്. ഇതിലും ഡിഫറെൻ്റായിട്ട് ഞാൻ അടുത്ത് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഇത് ഞാനൊരു ഐഡിയ വെച്ച് ചെയ്തേക്കുന്നത്. കുറച്ച് കളറൊക്കെ എന്താണ് ഗ്രീൻ്റെ കൂടെ കുറച്ച് ബ്ലൂ ഒക്കെ ചേർത്ത് ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ക്യാമറയിൽ അത്ര കാണാൻ ഒരു ഷൈനിങ് കാണിക്കുന്നില്ല. പക്ഷെ നേരിട്ട് ഇത് നല്ല ഭംഗിയുണ്ട്. അപ്പം ഇതിൻ്റെ ഒരു വേറെ സ്റ്റിച്ച് ഞാൻ നിങ്ങളെ ഇപ്പോൾ കാണിക്കാം. ഞാനൊരു പീകോക്കിനെ വരച്ചിട്ടുണ്ട്. ഇപ്പം ചരിഞ്ഞിരിക്കുന്നത് നേരെ വെച്ചാൽ ഇങ്ങനെ ചരിഞ്ഞ് ഒരു മരത്തിൻ്റെ മേലിൽ താഴോട്ട് നോക്കുന്ന രീതിയിലുള്ള സ്ട്രക്ചറിലാണ് വരച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതൊരു പീകോക്കാണ്. ലീഫ് ആദ്യം നമ്മൾ ലീഫാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ലീഫ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് സ്റ്റെയിൻ സ്റ്റിച്ചാണ് എല്ലാത്തിലും കൊടുക്കുന്നത്. അപ്പം നമ്മൾ ബ്ലൂ കളർ ത്രെഡാണ്, സിൽക്ക് ത്രെഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ലീഫ് മൊത്തം ഈ സ്റ്റെയിൻ സ്റ്റിച്ച് കൊണ്ട് കവർ ചെയ്യണം. കുറച്ച് കട്ടിയാകുന്ന രീതിയിൽ നല്ലപോലെ തിക്കായിട്ട് ചെയ്യണം. അപ്പം നമ്മൾ ആദ്യമേ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ചിറക് കവർ ചെയ്യുക കട്ട് ബീഡ്സ് കൊണ്ട് കേട്ടോ. ഇതുപോലത്തെ ചെറിയ കട്ട് ബീഡ്സ് നമുക്ക് കിട്ടും. അതാണ് ഞാനിവിടെ ചെയ്തേക്കുന്നത് വെച്ചാൽ ഈ ചിറക് നമ്മൾ സർദോസ് വെച്ച് കവർ ചെയ്യും. ഫസ്റ്റ് നമ്മൾ കട്ട് ബീഡ്സ് ആണ് 2 എണ്ണം എടുത്ത് ചരിച്ച് വെച്ചിട്ട് ഇവിടെ 2 വട്ടം കുത്തും. അതെടുത്ത് ഇതിന് നടുക്ക്, അതായത് 2 കട്ട് ബീഡ്സിന് നടുക്ക് നമ്മൾ ചെയ്യും. അങ്ങനെ 2 എണ്ണം വെച്ച് ചരിച്ച് ഇത് ഫുൾ അങ്ങ് കവർ ചെയ്യും. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഇപ്പം കാണിച്ചു തരാം. അപ്പോൾ ഈ ത്രെഡിൽ നമ്മൾ 2 കട്ട് ബീഡ്സ് മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ. ഇതെടുത്ത് ഗോൾഡൻ കട്ട് ബീഡ്സ് തന്നെ എടുക്കണം. അതാകുമ്പോൾ നല്ല ഷൈനിങ് കാണിക്കും. അതെടുത്ത ശേഷം ഇവിടെ എൻഡിൽ നമ്മൾ 2 കുത്തും. അതിന് ശേഷം അതിൻ്റെ മേളിൽ, അതായത് 2 കട്ട് ബീഡ്സിൻ്റെ നടുക്ക് 2 വട്ടമായിട്ട് നമ്മൾ കുത്തും. ഉണ്ടോ? അപ്പോൾ അവിടെ ടൈറ്റ്. വീണ്ടും നമ്മൾ അവിടുന്ന് തന്നെ 2 കട്ട് ബീഡ്സുകൾ വീണ്ടും എടുക്കുക. അങ്ങനെ ഈ ചിറക് മൊത്തം നമ്മൾ 2 എണ്ണം വെച്ചിട്ട് ഇങ്ങനെ ഫില്ല് ചെയ്ത് പോകും. ഇവിടെ 2 വട്ടം കുത്തുന്നുണ്ട്. അതിനുശേഷം അതിന് തൊട്ട് മേളിലും 2 വട്ടമായിട്ട് ഇങ്ങനെ കുത്തും. എന്നിട്ട് നമുക്കിവിടെ 3 എണ്ണം വെച്ച് ലെന്ത് അനുസരിച്ച് നമ്മളിങ്ങനെ കുറച്ച് ഇങ്ങനെ ചരിഞ്ഞ് വരും. അപ്പോൾ നമ്മൾ ഇത് മൊത്തം സർദോസ് വെച്ച് ഈ
ഈ നമ്മുടെ ഈ ചിറകിൻ്റെ ഈ ഭാഗം മൊത്തം അങ്ങ് കവർ ചെയ്യും, ഇവിടം വരെ കവർ ചെയ്യും ഈ സർദോസ് വെച്ചിട്ട്. ആക്ച്വലി നമുക്കിപ്പോൾ ഒരു ഡിഫറെൻ്റായിട്ട് തോന്നുവാണെങ്കിൽ ഇതിൻ്റെ റോസ് കളറിലെ സർദോസിയൊക്കെ കിട്ടും, ഡിഫറെൻറ്റ് കളേഴ്സ് കിട്ടും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു പിങ്കൊക്കെ വേണമെങ്കിൽ ചെയ്യാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ട് ഗോൾഡായിരുന്നു, സോ ഞാനിത് ഗോൾഡ് വെച്ചിട്ട് ഈ ചിറക് മൊത്തം ഫില്ല് ചെയ്യാൻ പോവാം. അപ്പം നമ്മളിപ്പോൾ ഫസ്റ്റായിട്ട് ചെയ്യുന്നവർക്കൊക്കെ ഇത് സർദോസി വെച്ച് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ അവർക്ക് വേണ്ടിയും കൂടെ ഞാൻ കാണിക്കാം. അപ്പം ചെറിയ നമുക്ക് ആവശ്യമുള്ള ലെന്ത് അനുസരിച്ച് കട്ട് ചെയ്തിട്ട് നമ്മൾ ഈ ത്രെഡിലേക്ക് കയറ്റുക, പയ്യെ താഴേക്ക് എടുക്കുക. ഫസ്റ്റ് ചെയ്യുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവർക്ക് വേണ്ടിയും കൂടെ ഇങ്ങനെ ചെറിയ പീസ് കട്ട് ചെയ്ത് നമുക്ക് എത്ര ലെന്ത് വെച്ചിട്ടാണ് വേണ്ടത് അതനുസരിച്ച് ഞാനിങ്ങനെ ഈ ചിറക് മൊത്തം സർദോസ് വെച്ച് കംപ്ലീറ്റ് ചെയ്യും. ഇത് ഫുള്ള്. ഇനി നമുക്ക് ഈ ഹെഡിൻ്റെ ഇവിടം തൊട്ട് നമ്മളൊരു സ്റ്റെയിൻ സ്റ്റിച്ച് കൊടുക്കാം, താഴെ വരെ സ്റ്റെയിൻ സ്റ്റിച്ച് കൊടുക്കാം. ഹെഡിൻ്റെ ഈ നെക്ക് മുതൽ നമുക്ക് താഴോട്ട് ഇതുപോലെ ചെറിയ ഒരു സ്റ്റെയിൻ സ്റ്റിച്ച് കൊടുക്കാം. അത് ഞാൻ എടുത്തിരിക്കുന്ന ഒരു പർപ്പിൾ റോസ് കളർ മിക്സഡ് ആയിട്ടുള്ള ടൈപ്പ്, റോസല്ല പർപ്പിൾ തന്നെയാണ്, പർപ്പിൾ തരത്തിലുള്ള ഒരു സിൽക്ക് ത്രെഡ് വെച്ചിട്ട് ചെയ്യുന്നത്. ഇത് അപ്പം നമ്മൾ ഈ എൻഡ് വരെ സ്റ്റെയിൻ സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം ഈ എൻഡിൽ നമ്മൾ ക്രോസ് സ്റ്റിച്ച് കൊടുക്കുക. ഇങ്ങനെ ഇവിടെ ഒരു കുത്ത് കൊടുത്തിട്ട് അടുത്ത ഓപ്പോസിറ്റ് നമ്മളങ്ങനെ അവസാനം വരെ ഇങ്ങനെ ക്രോസ് ആയിട്ട് ചെയ്യും. ഇങ്ങനെ ക്രോസ് ആയിട്ട് അപ്പോൾ നമുക്ക് ഇവിടുന്ന് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു കുത്തിയ ശേഷം 1 ഇഞ്ച് മാറ്റി ഇവിടെ ഒരു കുത്ത്, പിന്നെ നമ്മൾ ആ ഇതിനെടുത്ത് ഇവിടെ കുത്തിയിട്ട് അവിടെ നിന്ന് 1 ഇഞ്ച് ഫ്രണ്ടിലേക്ക് കുത്തണം. അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകണം. ഫസ്റ്റ് ഇവിടെ ഒരു കുത്തും, അതിനുശേഷം അവിടെ നിന്ന് 1 ഇഞ്ച് മേലിലോട്ട് കുത്തും, പിന്നെ അതേപോലെ തന്നെ താഴോട്ട് പോകും, അവിടെ നിന്ന് 1 ഇഞ്ച് അവിടെ കുത്തും, പിന്നെയും അതുപോലെ തന്നെ അത്രയിട്ട് കൊണ്ടുവരിക, ആദ്യം അടുത്ത് കുത്തുക, പിന്നെ അതിൻ്റെ മേലിലേക്ക് കുത്തുക. അങ്ങനെ കണ്ടിന്യൂ ഇവിടെ എല്ലാം കവർ ചെയ്യണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, ഈ പീക്കോക്കിനെ നമുക്ക് ഇത് റൗണ്ടായിട്ടിങ്ങനെ ഫുള്ള് സ്റ്റെയിൻ സ്റ്റിച്ച് കൊടുത്തെടുത്ത് ഈ റൗണ്ടായിട്ട് ഫില്ല് ചെയ്യാൻ പറ്റും. ഇതുപോലെ റൗണ്ടായിട്ട് ഫില്ല് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഇവിടെയാണ് ഈ കാലിൻ്റെ ഭാഗത്ത് ചെയിൻ സ്റ്റിച്ചാണ് കൊടുക്കുന്നത്. മേളിൽ ഞാനൊരു കണ്ണ് കൊടുത്തു. നമുക്ക് വേണമെങ്കിൽ വൈറ്റ് കളർ ഏതെങ്കിലും സ്റ്റോൺസോ അങ്ങനെ എന്തെങ്കിലും ഒട്ടിക്കാം. എന്നിട്ട് അതിൻ്റെ മേളിൽ ഞാനുണ്ട് സർദോസിയുടെ ചെറുതും വലുതുമായിട്ടുള്ള കട്ട് ചെയ്തിട്ട് ഇതിന് ചുണ്ട് കൊടുത്തു. അതിൻ്റെ മേളിൽ പീലി ഉണ്ടാവില്ല, ഹെഡിൻ്റെ മേളിൽ അവിടെ നമ്മൾ ചെറിയൊരു ഗോൾഡൻ ബോളും ഒരു സർദോസി, അതായത് ഒന്ന് നീളം കൂടിയതും ഒന്ന് നീളം കുറഞ്ഞതും കൊടുക്കാം. പിന്നെ ഇനി നമ്മൾ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഈ ചിറകുകൾ അതിനകത്ത് നമ്മൾക്ക് വേണമെങ്കിൽ ഞാനിവിടെ ഇവിടെ എങ്ങനെ സ്റ്റിച്ച് ചെയ്ത് അതേ മെത്തേഡ് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം. ഞാൻ ഇതിൻ്റെ മേളിൽ കട്ട് ബീഡ്സ് ബ്ലൂ കളർ കട്ട് ബീഡ്സ് മിക്സ് ചെയ്ത് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് വാട്ടർ ഫില്ല് പോലത്തെ
സ്റ്റിച്ച് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഇതേ മെത്തേഡിൽ തന്നെ സ്റ്റിച്ചും കൊടുക്കാം. ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. അതിൻ്റെ മേളിൽ കൂടെ ഈ ബ്ലൂ ത്രെഡിൻ്റെ മേളിൽ കൂടെ നമുക്ക് കട്ട് ബീഡ്സുകൾ ഇങ്ങനെ വാരി വിതറാം. ഞാനത് കുറച്ച് ചെയ്തിട്ടുണ്ട്, കാരണം ഇത് ഫുള്ള് ചെയ്ത് കാണിക്കുന്നത് നമ്മുടെ വീഡിയോ ലെന്തായിപ്പോവും, ഒത്തിരി ലോങ് ആയിപ്പോവും. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ജസ്റ്റ് പറയാം, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെന്ന് തോന്നുന്നു. സോ നിങ്ങളിങ്ങനെ ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. എന്നിട്ട് ഞാൻ ഈ കാല് മൊത്തം ചെയിൻ സ്റ്റിച്ച് ചെയ്യുക, ഇത് ഷേപ്പാക്കുക. ഇപ്പം നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ഇവിടെ സർദോസ് വെച്ച് ഈ പീകോക്കിൻ്റെ ഹെഡ് തൊട്ട് നമ്മുടെ പീലി വരുന്നവൻ വരെ ഇവിടം വരെ നമ്മൾ സർദോസ് വെച്ച് ചെയ്യും. അപ്പം ഈ ബിഗിനേഴ്സൊക്കെ ആദ്യമായിട്ട് ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ചെറുതായിട്ട് പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ചെറിയ പീസ് വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഈ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം, ഡബിളായിട്ട് ചെയിന് സ്റ്റിച്ച് കൊടുക്കണം, എന്നാലേ കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് ഇരിക്കത്തുള്ളൂ. ഇപ്പം നമ്മൾ ഇവിടെയെല്ലാം നമ്മൾ അഡീഷണൽ ചെയിൻ സ്റ്റിച്ച് ഫുള്ളായിട്ട് ഈ കാലിൻ്റെ ഭാഗങ്ങളിൽ ഈ ത്രെഡ് ഇവിടെ ഗ്രീൻ കൊടുത്ത് ഇവിടെ ബ്ലൂ കൊടുത്ത് കവർ ചെയ്ത് ലാസ്റ്റ് എൻഡിൽ നമ്മളിത് ഫുള്ളായിട്ട് കവർ ചെയ്യും. സ്മാൾ ചെയിൻ സ്റ്റിച്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ വർക്കെല്ലാം കഴിഞ്ഞ് ഇവിടെ എല്ലാം സ്റ്റെയിൻ സ്റ്റിച്ച് കൊടുത്തു, ഇതിൻ്റെ ഇടയിൽ നമ്മൾ സ്റ്റെയിൻ സ്റ്റിച്ച് കൊടുത്തു, ഇവിടെ എല്ലാം കവർ ചെയ്തു. അപ്പോൾ നമ്മൾ വർക്ക് ചെയ്തു. അപ്പം ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഗോഡ് ബ്ലെസ് യു. ബൈ.